നമസ്കാരം. 2025 മാർച്ച് മാസം 29-ാം തീയതി ശനി രാശി മാറുകയാണ്. തൻ്റെ ഇപ്പോൾ നിൽക്കുന്ന കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെല്ലാം രാശിക്കാർക്കാണ് 7.5 ശനിദോഷം ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിലുള്ള 7.5 ശനിദോഷമുള്ള ഒരു രാശി മാറുകയും മറ്റൊരു രാശിയിലേക്ക് 7.5 ശനിദോഷം ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഇനി വരുന്ന 25 മാർച്ച് മാസം 29-ാം തീയതി ആ ദിവസം മുതൽ 7.5 ശനിദോഷം ബാധിക്കുന്ന രാശിക്ക് കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്കും, മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്കും, കൂടാതെ മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്കാണ് 7.5 ശനിദോഷം ബാധിക്കുന്നത്. ഇതുമൂലം ഇവർക്ക് തടസ്സങ്ങൾ, മടി, അലസത, ഒരു കാര്യത്തിനും താല്പര്യമില്ലാതെ എല്ലാ കാര്യവും നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിൽ പരാജയങ്ങൾ, കൂടാതെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പഠിത്തത്തിൽ പരാജയം വരിക, അല്ലെങ്കിൽ അതിനുള്ള മടി ഉണ്ടാകുക, മാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും കുറവായി ലഭിക്കുക, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു 2.5 വർഷ കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ അടുത്തുള്ള നിങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള ഏതെങ്കിലും ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിക്കാം, നെയ്വിളക്ക് കഴിപ്പിക്കാം, ഭഗവാന് എള്ളുകിഴി കഴിപ്പിക്കാം. കൂടാതെ ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളായ എള്ളു പായസം, അരവണ പായസം എന്നീ വഴിപാടുകൾ നടത്തി നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അഷ്ടോത്തരവും സഹസ്രനാമവും ജപിക്കുക. ഇതിനോടൊപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി ഭഗവാന്റെ നാമജപത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തി മുന്നോട്ട് പോയാൽ ഈ ദോഷങ്ങളിൽ നിന്നും ഒരു മാറ്റമുണ്ടാകും. നമ്മൾ നിസ്സാരമായി കാണാതിരിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ 2 ശനിമാറ്റം, അതായത് ഒരു 5 വർഷം കൊണ്ട് ശനി തൻ്റെ സ്വക്ഷേത്രങ്ങളിലാണ് നിന്നത്. ആ സമയങ്ങളിൽ നമുക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാകാറില്ല. ശനിദോഷം എന്ന് പറഞ്ഞാൽ വളരെ പേടിച്ചുകൊണ്ടിരുന്ന 5 വർഷ കാലഘട്ടം നമുക്ക് വളരെ ദോഷങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ശനി ഇപ്പോൾ സ്വക്ഷേത്രത്തിൽ നിന്നും മാറി, കുംഭം രാശി നിന്നും മാറി മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴേക്കും അതിൻ്റെ ദോഷങ്ങളുടെ കാഠിന്യവും അതുപോലെ തന്നെ കൂടും. 7.5 ശനിദോഷം ബാധിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ ഇവർ ആത്മാർത്ഥമായും ഈശ്വരൻ്റെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ 2.5 വർഷ കാലഘട്ടം 7.5 ശനിദോഷം മൂലം ഉണ്ടാകുന്ന